സുൽത്താൻ ബത്തേരി എം.എൽ.എ. IC ബാലകൃഷ്ണനെ മന്ത്രിയായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കത്തയച്ചിരിക്കുകയാണ്. ആദിവാസി കോൺഗ്രസ് ജില്ലയിലെ ആദിവാസി കോൺഗ്രസ് നേതാക്കൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ 4ാം തവണയാണ് സുൽത്താൻ ബത്തേരിയുടെ MLA ആയിട്ട് IC ബാലകൃഷ്ണൻ വരുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് നാൾ മുമ്പ് 24-നോട് IC ബാലകൃഷ്ണൻ പറഞ്ഞതെന്ന് വെച്ചാൽ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ മന്ത്രിയായി പരിഗണിക്കുമെന്ന പ്രതീക്ഷ തനിക്കുണ്ട്. നേതാക്കൾ തന്നെ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയുമൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതോടൊപ്പം ആ ഒരു വകുപ്പ് 2ആക്കി പട്ടികവർഗ വകുപ്പ് IC ബാലകൃഷ്ണന് കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചിരുന്നു. എന്താണ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കത്തയക്കാനുണ്ടായ ഒരു ചേതോവികാരം? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുടെ നിയോജക മണ്ഡലം സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലമാണ്. മാത്രമല്ല 4 തവണയായി IC ബാലകൃഷ്ണൻ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വിജയിച്ചു വരുന്നു. കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൽ UDF ഗവൺമെൻറ്റിൽ ഇന്നേ വരെ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലേക്ക് മന്ത്രിസ്ഥാന പരിഗണന കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യത്തെ ഗവൺമെൻറ്റിൽ UDF നേതൃത്വം IC ബാലകൃഷ്ണനെ മന്ത്രി ആക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. വയനാട് ജില്ലയിലെയും കേരളത്തിലെയും ആദിവാസികളുടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു ഭരണാധികാരി കൂടിയാണ് 4ാം തവണ ബത്തേരിയിൽ നിന്ന് ജയിച്ച IC ബാലകൃഷ്ണൻ. അതുകൊണ്ട് ബത്തേരി നിയോജക മണ്ഡലത്തിലേക്ക് ഒരു ആദിവാസി മന്ത്രി വേണം എന്നാണ് ഞങ്ങൾക്ക് വയനാട്ടിലെ ആദിവാസികൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഊരുമൂപ്പന്മാരും ഇതേപോലെ തന്നെ വിവിധ ഉന്നതികളിലെ ഊരുമൂപ്പന്മാരും കത്തയച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരുന്ന വിവരം എന്നുള്ളത്. അപ്പോൾ അവരുടെ ഒരു വലിയൊരു പിന്തുണ IC ബാലകൃഷ്ണൻ MLAക്ക് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെയൊക്കെ വലിയൊരു ആവശ്യമായി തന്നെ അവർ ഉയർത്തിയിട്ടുണ്ടോ ഇക്കാര്യങ്ങൾ? ആദിവാസി ഉന്നതികളിലെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു MLA ആണ് IC ബാലകൃഷ്ണൻ. 4 തവണ ജയിച്ചതോടുകൂടി തന്നെ ആദിവാസികളുടെ മുഴുവൻ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആരും പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ആദിവാസി കോളനികളൊക്കെ ഉന്നതികളിലൊക്കെ IC ബാലകൃഷ്ണൻ പട്ടികവർഗ വകുപ്പ് മന്ത്രിയെ വരണം എന്നാണ് ആദിവാസി ഉന്നതികളിലുള്ള എല്ലാവരുടെയും ആഗ്രഹം. അതുതന്നെയാണ് ആദിവാസി കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം, അല്ലെങ്കിൽ അവർ ഉന്നയിച്ച അല്ലെങ്കിൽ അവർ കത്തായി അയച്ചിരുന്ന ആവശ്യം എന്നുള്ളത് പറയുന്നതും പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയായി IC ബാലകൃഷ്ണനെ 4ാം തവണ സുൽത്താൻ ബത്തേരി MLA ആയി വന്ന IC ബാലകൃഷ്ണനെ പരിഗണിക്കണമെന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഊരുമൂപ്പന്മാർ, വിവിധ ഉന്നതികളിലെ ഊരുമൂപ്പന്മാർ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഇതേ ആവശ്യം ഉന്നയിച്ച് കത്തുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും മന്ത്രിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ആരൊക്കെ വേണമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ആ ചർച്ചയിൽ IC ബാലകൃഷ്ണനെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷ ജില്ലയിലെ ആദിവാസി കോൺഗ്രസ് നേതാക്കളിലുണ്ട് എന്നുള്ളതും കൂടിയാണ്. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.